വേഗത്തിൽ വായിക്കാം. 126-ാമത്തെ സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചു. 126-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. വളരെ വേഗത്തിൽ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. വേദപുസ്തകം മടക്കിക്കോ. അടുത്ത പ്രവചന ദൂതുകൾ നിങ്ങൾ കയറി വിശ്വാസത്താൽ പിടിച്ച് നിങ്ങളുടേതാക്കിയാൽ ഈ മണിക്കൂറുകൾക്കകം തന്നെ സ്വപ്നം കാണുന്നത് പോലെ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. ആരൊക്കെ അത് കേട്ടു? ആരൊക്കെ അത് കേട്ടു? ആരൊക്കെ ആ ദൂത് കേട്ടു? സ്വപ്നം കാണുന്നത് പോലെ. ഇത് സ്വപ്നമാണോ എന്ന് തോന്നത്തക്ക ക്രമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഈ വചനം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും ഞാനത് വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറ, സ്വപ്നം കാണുന്നവരെ പോലെ അവരായെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തിലും സ്വപ്നം കാണുകയാണോ എന്ന് തോന്നത്തക്ക ക്രമത്തിൽ തമ്പുരാൻ ചിലത് ചെയ്യാൻ പോകുകയാണ്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ടോ എന്ന് ചില ഭോഷരായിട്ടുള്ള ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവരോട് മാത്രം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞാൻ സംസാരിക്കാം. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ അതിനെ ശുദ്ധീകരിച്ച് നിങ്ങൾ ലക്ഷക്കണക്കിന് സിന്ധി മാഡം എത്രയോ ലക്ഷം രൂപയ്ക്ക് മേടിച്ചല്ലേ? എത്രയോ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന നിങ്ങളുടെ വണ്ടിക്കകത്ത് ഈ പെട്രോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡീസൽ എന്ന് പറയുന്ന ഇന്ധനം ഒഴിക്കുമ്പോൾ ആ വെള്ളം പോലത്തെ, ആ പച്ചവെള്ളം പോലത്തെ, ആ ലിക്വിഡ് ആയിട്ടുള്ള ആ സാധനം നിങ്ങളുടെ വണ്ടിക്കകത്ത് ചില പ്രക്രിയക്ക് വിധേയപ്പെട്ട് അത് കത്തി ജ്വലിക്കുമ്പോൾ അതിന്റെ ജ്വലനത്താൽ നിങ്ങളുടെ വാഹനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് RCC ചെല്ലുമ്പം റേഡിയേഷൻ ചില ഉണ്ടായിരുന്ന സ്ഥലം കരിഞ്ഞ് രോഗം മാറുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ വചനം ചില സൃഷ്ടിക്കും. ഈ വചനം ചിലതിനെ വെട്ടും. ഈ വചനം ഇന്ന് പകൽ ചിലതിനെ ഉരുവാക്കും. ഈ വചനം ഇന്ന് പകൽ ജീവനാകും. ഈ വചനം ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ. ഓൺലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരോട് ഞാൻ പ്രവചിക്കുന്നു, ഞാനിത് സ്വപ്നം കാണുകയാണോ എന്ന് നിങ്ങൾ ചോദിക്കത്തക്ക ക്രമത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. അതിന് ആമേൻ പറയുന്ന എത്ര സാക്ഷികൾ ഇതിനകത്തുണ്ട്? അവർ മാത്രം ആമേൻ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പറയാം. നിങ്ങളുടെ പലരുടെയും വായിൽ നിന്ന് നിങ്ങൾ പറയുന്ന വിടുതലിന്റെ വാർത്ത കേട്ട് കർത്താവേ ഇതൊരു സ്വപ്നമാണോ എന്ന് തോന്നത്തക്ക നിലയിൽ ഞാൻ ആകാൻ പോവുകയാണെന്ന് ഞാൻ പ്രവചിച്ചാൽ, എനിക്ക് നാട്ടുകാരുടെ കാര്യം അറിയത്തില്ല, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ഈ വീട്ടിൽ ഇത് എങ്ങനെ സംഭവിച്ചു? ഈ ആളുടെ മേൽ ഇത് എങ്ങനെ സംഭവിച്ചു? ആ വ്യക്തിക്ക് എങ്ങനെ ആ ജോലി കിട്ടി? ആ വഴി എങ്ങനെ തുറക്കപ്പെട്ടു? ആ കല്യാണം എങ്ങനെ നടന്നു? ആ വീടെങ്ങനെ മാറി എന്ന് സഭയുടെ അവൻ ശുശ്രൂഷകനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന് അവൻ ആശ്ചര്യപ്പെടാൻ കഴിയുന്ന പോലെ ദൈവം ചില അത്ഭുതങ്ങള് വീടുകൾക്കകത്ത് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തിട്ട് നല്ല ഉറപ്പോടെ ഒന്ന് പറഞ്ഞേ, നിങ്ങളെ ദൈവം മറന്നിട്ടില്ലെന്ന് പറ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറ, നിങ്ങളെ എന്റെ ദൈവം മറന്നിട്ടില്ല. ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളെ കാണാൻ
കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കാണാൻ കണ്ണുകളെ സജ്ജമാക്കുക. Get ready, get ready, get ready. ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ഒരു 4 പേര് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോരെ, പെട്ടെന്ന് പോരെ, ഓടിപ്പോരെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാണാൻ ആഗ്രഹമുള്ള ഒരു 3-4 എണ്ണം പെട്ടെന്ന് എഴുന്നേറ്റ് പോരെ. യേശുവിന്റെ നാമത്തിൽ അത് നിന്റെ വീട്ടിൽ നടക്കട്ടെ, നിന്റെ ലൈഫിൽ അത് നടക്കട്ടെ. കണ്ടിട്ടില്ലാത്തതിനെ കാണാൻ എന്റെ ദൈവം എന്നെ കാണിക്കാൻ പോവുകയാണ്. എന്റെ ദൈവം എന്നെ കാണിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിശയമേ, ഇതിന്റെ പേരാ അടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി കേൾക്കണോ? കണ്ണു കാണുന്നുണ്ടല്ലോ. എന്റെ ആ ഹെഡിങ്ങിന്റെ മുകളിൽ ഏത് പാട്ടിന്റെ ലൈൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കേ. അത്ഭുതമേ. Hallelujah. This is God's doing. Hallelujah. This is God's doing. ആ പാട്ട് പാടി തുടങ്ങാനാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ആരും പറയാതെ പരിശുദ്ധാത്മാ പറയുന്നു, നീ അത്ഭുതങ്ങളുടെ പെരുമഴ കാണാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ പെരുമഴ. അത്ഭുതമേ. In the name of Jesus. In the name of Jesus. അതിശയമേ നിൻ കരുതൽ. എനിക്ക് ദൈവത്തിനൊന്ന് പറഞ്ഞു തീർത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. 400 കൊല്ലത്തെ കേൾക്കണേ. സാറ് നേരത്തെ പറഞ്ഞല്ലോ പ്രവാസകാലത്തിന്റെ 400 കൊല്ലത്തെ പ്രവാസത്തിൽ അടിമകളായി 400 കൊല്ലത്തെ അടിമത്തത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതിയായിരുന്നെങ്കിൽ. ഇതാരോടാ ഈ പ്രവചിക്കുന്നത്? 400 കൊല്ലത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതിയെങ്കിൽ നിന്റെ വീട്ടിലെ ഏത് വിഷയത്തെയും സ്വപ്നം കാണുന്ന പോലെ പരിഹരിച്ചു നിന്റെ കയ്യിൽ തരാൻ എന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് തീർക്കാൻ എനിക്ക് പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവവചനം സ്വീകരിച്ചൊക്കെ പോകുമ്പോഴും വചനം നമുക്ക് മിസ്സാകില്ല. വചനം മിസ്സാകരുത്. ആമേൻ. ഈ ജനത്തോട് ദൈവം പറഞ്ഞ ഈ സങ്കീർത്തനത്തിന്റെ ഭാഗത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേച്ച് അതിലോട്ടൊന്ന് കയറാം. നിങ്ങൾ വായിച്ച സങ്കീർത്തനം ഇപ്പൊ നോക്കല്ലേ, ഈ അന്തരീക്ഷത്തിൽ ഇരുന്ന് അങ്ങ് കേട്ടാ മതി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രി എന്നെ ഒരാളെ വിളിച്ചിട്ട് പറയാ, ദൂരത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരാള് ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ, എല്ലാ ഞായറാഴ്ചയും CRAG ചർച്ച് ദൈവം എന്താ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടത്. പ്രൈസ്. നമ്മുടെ ചർച്ചയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാ. പ്രൈസ്. ഇന്ന് പകലും ഈ ദൂത് പലർക്കും പ്രയോജനമാകട്ടെ. ഞങ്ങൾ ശംഖു തുറന്ന് ആഗ്രഹിക്കുന്നു, ഈ കുടുംബം ആഗ്രഹിക്കുന്നു, സഭയാകുന്ന CRAG കുടുംബം ആഗ്രഹിക്കുന്നു. ഓൺലൈനിൽ ഈ ദൂത് കേൾക്കുന്ന സകല എണ്ണത്തിന്റെ ജീവിതത്തിൽ സ്വപ്നം പോലെ കാര്യങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വൈകുന്നേരമായപ്പോ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്, എടാ ദൂത് മാറ്റി ഇന്നതാ ജനത്തോട് പറയേണ്ടത്. ഞാൻ ദൈവം പറഞ്ഞ ദൂത് ജനത്തോട് വീണ്ടും വിളിച്ചു പറയുക. ഈ സങ്കീർത്തനത്തിന്റെ മുകളില് ഒരു പദം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചില സങ്കീർത്തനം 10-15 സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു 15ഓളം സങ്കീർത്തനങ്ങളുടെ മുകളിൽ ഒരു പദം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര പിടിയില്ലാത്ത പദം. കഴിഞ്ഞ ദിവസം ഞാനൊരു പദം വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഷെയർ ചെയ്തു. ദൈവം അവരെ തഞ്ചുമാറാക്കി. എന്തുവാ? തഞ്ചുമാറാക്കി. മലയാളം വായിച്ച പെട്ടെന്ന് പിടി കിട്ടിയല്ല. ദൈവം അവരെ സെറ്റിൽ ചെയ്തെന്നാ വാക്കിനർത്ഥം. ദൈവം അവരെ ചിലയിടത്ത് ഉറപ്പിച്ചെന്ന്. എന്നാ ഇന്ന് പകൽ ഒന്നുകൂടെ ആവർത്തിച്ചങ്ങ് പറഞ്ഞേക്കാം, ദൈവം ചിലതിനെ തഞ്ചുമാറാക്കാൻ പോവാ. ഇങ്ങനത്തെ ചില പദങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഈ ഹെഡിങ്ങിൽ എഴുതിയ പദം ആരോഹണ ഗീതം. കുണ്ട്രെ ചെന്നാൽ ആരോഹണ മാർത്തോമ പള്ളി കാണാം അല്ലേ സാറേ? ആരോഹണ ഗീതം. ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാകത്തില്ല. സേല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിടികിട്ടിട്ടുണ്ടാകത്തില്ല. എപ്പോഴേലും പറഞ്ഞുതരാം. എന്നാ ഇതങ്ങ് പറഞ്ഞേക്കാം. ആരോഹണ ഗീതത്തിന്റെ പറയാം. ദൈവത്തിന്റെ ജനമായ ഈ ഇസ്രയേലിനെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് അവൻ കനാനി കൊണ്ട് സെറ്റിൽ ചെയ്തു.
ദൈവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ വാഗ്ദത്ത നാട്ടിക്കൊണ്ട ദൈവം സെറ്റിൽ ചെയ്തു. ഓക്കെ, അങ്ങനെ സെറ്റിൽ ചെയ്ത ജനത്തോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എല്ലാ നന്മകളുമൊക്കെ അനുഭവിച്ച് ജീവിച്ചോ, പക്ഷെ ഒരു കാര്യം ചെയ്യണം. ആണ്ടിൽ ഒരു മിനിമം 3 പ്രാവശ്യം, പറഞ്ഞേ 3 പ്രാവശ്യം, ആണ്ടിൽ 3 പ്രാവശ്യം, 3 പ്രത്യേക പെരുന്നാളുകളുടെ സമയത്ത്, പെന്തക്കോസ്ത് പെരുന്നാൾ, പെസഹ അടക്കമുള്ള 3 പ്രത്യേക പെരുന്നാൾ, കൂടാര പെരുന്നാൾ, 3 പെരുന്നാളുകൾ. പ്രധാനമായിട്ട് അവർക്ക് പല പെരുന്നാളുകൾ ഉണ്ടായിരുന്നു, എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ആമേൻ. പെന്തക്കോസ്ത് പെരുന്നാള്, കൂടാര പെരുന്നാള്, പെസഹ പെരുന്നാൾ, ഈ 3 പെരുന്നാളിന്റെ സമയത്ത് നീ എവിടെയായിരുന്നാലും നീ യെരുശലേമിൽ വന്ന് ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം പറയുന്നില്ല. നീ ഓൺലൈനിൽ കുത്തിയിരുന്ന് നന്ദി പറയാതെ ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കണോ? ഒരു നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ. ചിലർ എന്നെ വിളിച്ചിട്ട് പറയും, ഞാനേ ഓൺലൈനിൽ ജോയിൻ ചെയ്ത ആളാ, അവർക്ക് ഞാൻ ഒരു റിപ്ലൈ ചെയ്യാറില്ല. ഓൺലൈൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ലോകത്തിന്റെ ഏതെങ്കിലും വൻകരയിൽ കിടക്കുന്ന ആർക്കെങ്കിലും ഈ കൊല്ലത്ത് ദൈവം പറയുന്ന വചനം കേൾക്കണേ, അതിനുള്ളതാണ്. കൊല്ലംകാർക്കുള്ളതല്ല. കേൾക്കുന്നവർ ആമേൻ പറ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ 3 പെരുന്നാളിന്റെ സമയത്ത് ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം. അവർ അത് നിർബന്ധമായും ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ പെരുന്നാളിന്റെ സമയം വരുമ്പോൾ ദൈവത്തിന്റെ ജനം കൂടും കുടുക്ക എടുത്ത് വീട്ടുകാരെ നാട്ടുകാരൊക്കെ കൂട്ടി മക്കളെ എല്ലാം വിളിച്ചു വരുത്തി, മക്കളെ പെരുന്നാളിന് പോകണമെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ ജനം ഒന്നിച്ച് യെരുശലേമിലേക്ക് പോകും. ഈ യെരുശലേമിലേക്ക് പോകുമ്പോൾ സിയോൻ കുന്നിന്റെ മുകളിലാണ് യെരുശലേം ആലയം ഇരിക്കുന്നത്. ഒരു വലിയ കുന്നിന്റെ മുകളിലാണ് ദൈവത്തിന്റെ സാറ് നേരത്തെ പറഞ്ഞ ആലയം പണിതിരിക്കുന്നത്. അമ്മേ, അങ്ങനെയുള്ളവർ ഈ കുന്ന് കയറി മോളിൽ ചെന്ന് വേണം ആരാധിക്കാൻ. ഈ കുന്ന് കയറി പോകുമ്പോൾ അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പാട്ടുകളുടെ പേരാണ് ആരോഹണ ഗീതങ്ങൾ. മനസ്സിലായോന്ന് സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആലയത്തിലോട്ട് പോകുന്ന വഴിക്ക് സ്നാനത്തിനൊക്കെ നമ്മൾ പ്രത്യേക പാട്ട് പാടത്തില്ലേ, എന്നതുപോലെ ആലയത്തിന്റെ കുന്ന് കയറുമ്പം അവർ പാടാൻ ഉപയോഗിച്ച പാട്ടുകളാണ് ആരോഹണ ഗീതങ്ങൾ. ഇനി വീട്ടിൽ നിന്ന് സങ്കീർത്തനം എടുത്ത് ഒരു ആരോഹണ ഗീതം എന്ന് വായിക്കുമ്പോൾ ഓർത്തോണം, പാസ്റ്റർ പറഞ്ഞായിരുന്നു അവർ പള്ളിയിലോട്ട് പോകുമ്പം പാടുന്ന പാട്ടാണ്. ആ പാട്ടുകൾക്കായൊന്ന് കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. അങ്ങനെ ഈ ജനം ഒരിക്കലൊരു പാട്ട് പാടുകയാണ്. ആ പാട്ടെന്നാ? അവർ ദൈവസന്നിധി പാടുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി സിയോനിന്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായി. ശ്രദ്ധിക്കണേ, ഞാൻ വളരെ സ്പീഡിൽ പോയി നിങ്ങൾക്ക് പിടികിട്ടാതെ പോകും. നിങ്ങൾ ആരാധിച്ചും സന്തോഷിച്ചും പോകുന്നതിൽ എനിക്ക് സന്തോഷമാണെങ്കിലും വചനം കേട്ടിട്ട് നമുക്ക് ആരാധിച്ചു പോകാം. ഈ ജനം പ്രവാസത്തിൽ പോയി. ദൈവം അവർക്ക് കർശനമായ കൽപ്പന കൊടുത്തായിരുന്നു, എന്നെ വിട്ടുമാറിയാൽ നാട്ടുകാരൻ വന്ന് നിന്നെ പിടിച്ചോണ്ട് പോകും. ദൈവം പറഞ്ഞ ദൂത. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ ആലോചന കേൾക്കാഞ്ഞുകൊണ്ട് എന്നാ പറ്റി? ദൈവം പറഞ്ഞ പോലെ കാര്യം നടന്നു. യിരെമ്യാവും യെശയ്യാവും മാറി മാറി പ്രവചിച്ചു, അല്ലേ സാറേ? മാറി മാറി പ്രവചിച്ചു. മനുഷ്യരെ മാനസാന്തരപ്പെട്ടോ ഇല്ലെങ്കിൽ പ്രവാസകാലം വരുന്നുണ്ട്. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ നിന്നോടൊരു ദൂത് പറയാം, നിന്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ്റെയിലേക്ക് നോക്കി നിലവിളിച്ചാൽ അവൻ മനസ്താപപ്പെടുന്ന ദൈവമാണ്, അവൻ തിരുത്തുന്ന ദൈവമാണ്, അവൻ തകർക്കുന്ന ദൈവമല്ല. അവൻ നിന്നെ അല്പമായ ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകാൻ അനുവദിച്ചാലും അവിടം കൊണ്ട് തീരത്തില്ല. അവൻ നിന്നെ പണിതെടുക്കുന്ന ദൈവമാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കാനാണ് ഈ ശോധന. അതുകൊണ്ട് കഷ്ടത്തിലും, അതുകൊണ്ട് പ്രവാസത്തിലും, അതുകൊണ്ട് വേദനയിലും, അതുകൊണ്ട് ഞെരുക്കത്തിലും തകരരുത്. നിനക്കൊരു നല്ല നാളെ ദൈവം കരുതിയിട്ടുണ്ട്. കരമടിച്ചു വാതുറന്ന് പറ, എനിക്ക് ചില നല്ല നാളുകൾ എന്റെ ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാവ് പ്രവചിച്ച എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. യിരെമ്യാവ് പ്രവചിച്ചപ്പം അവരോട് പ്രവചിച്ചു, രണ്ടുപേരും പ്രവചിച്ചു. യിരെമ്യാവ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ
പ്രവാസത്തിൽ പിടിച്ചോണ്ട് പോയാലും ശത്രു രാജാവ് നിങ്ങളെ കൊണ്ടുപോയാലും വിഷമിക്കണ്ട. 70 കൊല്ലം കഴിയുമ്പം ദൈവം നിങ്ങളെ തിരിച്ചു വരുത്തും. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തോട്ട് പറ, ഒരു മേത്തരമായ മടങ്ങി വരവുണ്ടെന്ന് പറ. ഒരു മേത്തരമായ മടങ്ങി വരവ്. നീ അവിടെ തീരത്തില്ല. ആ പ്രവാസത്തിൽ, ആ ചൂരച്ചെടിയുടെ തണലിൽ, ആ മരുഭൂമിയിൽ, ആ വെള്ളമില്ലാത്തടത്ത് നീ അവസാനിക്കത്തില്ല. എന്റെ ദൈവം നിനക്കൊരു മടങ്ങി വരവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രവാസത്തിൽ ചെന്നപ്പോ പിള്ളേരൊക്കെ ചോദിക്കും, ഡാഡി നമ്മുടെ നാട്ടിലോട്ട് ഇനി എപ്പോഴാ പോകുന്നത്? കൊച്ചു പിള്ളേരൊക്കെ അവരും മക്കളെ എപ്പോഴാന്ന് അപ്പായിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു 70 കൊല്ലത്തിന്റെ ഒരു കണക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട്. അന്നേരത്തേനും അത് സംഭവിക്കും. ഈ കൊച്ചു പയ്യൻ അത് കേട്ടാ വളർന്നേ. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ തിരികെ കൊണ്ടുപോകുമെന്ന്. കേൾക്കുന്നവർ ആമേൻ പറ. തന്നോട് ഉണ്ടെങ്കിൽ വിളിച്ചു പറ, സാത്താനെ കേട്ടോ, എന്റെ കുടുംബത്തോട് കുറെ വാഗ്ദത്തം കിടപ്പുണ്ട് കേട്ടോ, എന്നോട് പറഞ്ഞ കുറെ വാഗ്ദത്തമുണ്ട് കേട്ടോ. ഇന്നത്തെ എന്റെ അവസ്ഥ നോക്കി നീ ചിരിക്കണ്ട. ഇന്നത്തെ എന്റെ കണ്ടീഷൻ നോക്കി എന്നെ അളക്കാൻ വരണ്ട. എനിക്ക് മാർക്കിടല്ലേ. എന്റെ മോളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. ശത്രുവിനോട് പറ, പരിഹസിക്കാൻ വരട്ടെ, നിന്ദിക്കാൻ വരട്ടെ, ചിലത് എന്റെ മോളിൽ ഇതുവരെ സംഭവിക്കാതെ കിടപ്പുണ്ട്. അതിന്റെ സമയത്ത് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഓടിപ്പാ ജോസഫ്. സമയമില്ല, എനിക്ക് തീരെ സമയമില്ലാത്ത ആളാ. വിളിച്ചാൽ അന്നേരം വന്നോണം അനുഗ്രഹം. ഇച്ചിരി മുമ്പ് കണ്ടായിരുന്നു ബലാൽക്കാരികൾ അനുഗ്രഹം മേടിച്ചോണ്ട് പോയത് കണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് തമാശ കളിക്കാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. ദൈവാത്മാവ് നിയോഗം തരുമ്പോൾ പറയുന്നത്തെ കയറി പിടിച്ചോണം. സ്വത്രം പറ. ഹല്ലേലൂയ. ആരെയൊക്കെ വിളിച്ചവന് ഈ സ്റ്റേജിൽ കയറിയമാരെല്ലാം കർത്താവിനെ ശുശ്രൂഷിക്കും യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കൊച്ചു പയ്യൻ അപ്പനോട് ചോദിക്കുകയാണ്, എപ്പോഴത്തേനാപ്പാ നമ്മൾ തിരിച്ചു പോകുന്നത്? കാരണം പ്രവാസം എന്ന് പറഞ്ഞാൽ സുഖമല്ല കേട്ടോ. പ്രവാസം എന്ന് പറഞ്ഞാൽ ശത്രു നമ്മളെ മെരുക്കിക്കളയുന്ന സമയ ഇല്ല. ആമേ കൊള്ള കഷ്ടപ്പാടെല്ലാം അനുഭവിക്കുന്ന സമയ. അപ്പൊ ചെറുക്കൻ കൂടെ ചോദിക്കും, എപ്പോഴാ ഡാഡി? അന്നേരം ഈ അപ്പന്റെ മറുപടി, 70 കൊല്ലം കഴിയുമെന്നാ ദൈവം പറഞ്ഞ്, പക്ഷെ എനിക്കറിയാൻ മേലെ ചിലപ്പോൾ നീണ്ടുപോകുമെന്ന്. സ്വത്രം പറയുന്നില്ല. ഈ പയ്യൻ വളർന്നു വന്നു, ഇവന് വയസ്സ് 70ആയി. സ്വത്രം പറയുന്നില്ല. ഒരു ചലനവും ഇല്ല. വാഗ്ദത്തത്തിന് ഒരു ചലനവും ഇല്ല. ദൈവം പറഞ്ഞതിന് ഒരു അനക്കവും ഇല്ല. ഇന്ന് പകൽ അങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന ചില കുടുംബങ്ങളോട് വിരൽ ചൂണ്ടി പകൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ സമയത്തിന് മുമ്പ്, നീ ചിന്തിക്കുന്നതിന് മുമ്പ്, നിന്റെ പ്രാണൻ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് യേശുവിന്റെ നാമത്തിൽ ചെവി തുറന്ന് കേട്ടുകൊള്ളുക. ഒരു നല്ല കാലം ദൈവം നിനക്ക് തരും. ഒരു നല്ല കാലം ദൈവം നിനക്ക് തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചു വിളിച്ചു പറ, ചിലത് സംഭവിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ. പിന്നെ ഒരു തലമുറ തീരെ പൊടികളെല്ലാം കൂടെ വളർന്നു വന്നു. അവർക്ക് ഈ പ്രവചനത്തെ പറ്റി ഒന്നും അറിയത്തില്ല. അവര് ജനിച്ചപ്പോൾ മുതൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കഷ്ടപ്പാടൊന്നും അല്ലാതെ കാര്യം നടക്കുക. എന്താ കാര്യമെന്നറിയാമോ? അതിന്റെ കാരണം ഈ ജനം, ഈ വളർന്നു വരുന്ന പിള്ളേർക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഈ ദൂത് നിറവേറിയ ഇല്ലെങ്കിലോ എന്ന് വെച്ച് ചിലരൊക്കെ പ്രവാസത്തിൽ തന്നെ അങ്ങ് വീട് പണിയാൻ തുടങ്ങി. ഇനിയിപ്പോ ഉള്ളത് കൊണ്ട് കേൾക്കുന്നില്ല. സാമുൽ സാറ്, ഞാൻ കഥ വല്ലതുമാണോ പറയുന്നത്? വചനമാണല്ലോ. ഹല്ലേലൂയ. ചിലർ പറയാ, ഇനിയിപ്പം നമ്മൾ അവിടെ തിരിച്ചു പോയിട്ടൊക്കെ എന്നൊരു വീട് പണിയാനാ. എൻ്റെ ഭാര്യ കൂടെ എന്നോട് ചോദിക്കും, അച്ഛാ ഇനി എന്നാച്ചാ ഒരു വീട് പണിയുന്നത്? പ്രൈസ് ദി ലോർഡ്. എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ആരും ചിന്തിക്കുന്നതിനേക്കാൾ നല്ലൊരു വീട് എനിക്ക് മോളിലുള്ളതിനാൽ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സഹോദരിമാരുടെ ടെൻഷനാ, നല്ല കാര്യ. നിങ്ങൾക്ക് ഒന്നുമല്ല വീടിനെ പറ്റി ചിന്തയുള്ളവരാണല്ലോ.
ആണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവർ കൂടെ കൂടെ ചോദിക്കും, എന്നാ നമ്മൾ നാട്ടിൽ പോകുന്നത്, എന്നാ നമ്മുടെ അവകാശത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. അന്നേരമെല്ലാം മറുപടി ഒരു സാധ്യതയും കാണുന്നില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഉടനെ എങ്ങും നടക്കുന്ന ലക്ഷണമില്ല. ഇങ്ങനെയുള്ള ആരേലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് നിന്റെ ഒരു വിടുതൽ മണക്കുന്നുണ്ട്, എനിക്കൊരു വിടുതൽ മണക്കുന്നുണ്ട്. ആരാ ആരാത് പറയുന്നത്? ഒരു സാധ്യതയില്ല പാസ്റ്റർ, ഒരു രക്ഷയില്ല പാസ്റ്റർ, ഒരു ദൂതും നിറവേറുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഉടനെ എങ്ങും ഒന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ളവരോട് മാത്രം ഒരു സ്പെഷ്യൽ ദൂത് പറയാം. നീ ചിന്തിക്കുന്നതിനേക്കാൾ, നീ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായ നന്മകളാൽ ക്രിസ്തു യേശുവിൽ നമ്മെ നിറച്ചിരിക്കുന്ന ദൈവം. എടാ, നീ ചിന്തിച്ചപ്പോ അത് നടന്നെങ്കിൽ സ്വപ്നം കാണുന്നവരെ പോലെ നീ എങ്ങനെ ആകുന്നത്? ഹല്ലേലൂയ. ഈ ഡെന്നി ബ്രദർ ചിന്തിച്ചപ്പം അവൻ ചിന്തിച്ച കാര്യം, അവനെന്ന് പറയാൻ എൻ്റെ മോനായതുകൊണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ ബ്രദർ ചിന്തിച്ച കാര്യം അദ്ദേഹം ചിന്തിച്ച സമയത്ത് നടന്നാൽ അദ്ദേഹം ഒരിക്കലും താടിക്ക് കൈയും കൊടുത്ത് കണ്ണും മിഴിച്ച് പറയത്തില്ല. എന്തോ പറയും, അത് ഞാൻ ഈ മാസം നടക്കുമെന്ന് വിചാരിച്ചായിരുന്നു, നടന്നു. ദൈവം നിന്നെ സ്വപ്നം കാണുന്നവനെ പോലെ ആക്കുന്ന എപ്പാന്നറിയോ? നീ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഡെന്നി പറഞ്ഞ പോലെ പെട്ടെന്നൊരു അത്ഭുതം, പെട്ടെന്നൊരു വിടുതൽ, പെട്ടെന്നൊരു അനുഗ്രഹം, പെട്ടെന്നൊരു വഴിയുടെ ഓപ്പണിംഗ്, പെട്ടെന്നൊരു നല്ല പ്രവൃത്തി, പെട്ടെന്നൊരു ജയം, പെട്ടെന്നൊരു നന്മ, പെട്ടെന്ന് ചില രക്ഷ, പെട്ടെന്ന് ചില സ്നാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അത് സ്വീകരിക്കുക. കരമടിച്ചത് സ്വീകരിക്കുക. പറ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. Hallelujah, 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 hallelujah. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, suddenly, immediately, fast, പൊടുന്നനെ, ശീഘ്രമാ, വേഗത്തിൽ, പെട്ടെന്ന്. മലയാളത്തിൽ അറിയാവുന്ന എല്ലാ പദവും പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആക്ഷൻ ആയിട്ട് ദൈവം ചിലത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് ഭോഷന്മാരെ പോലെ ആമേൻ പറയാൻ പറ്റുന്ന ആരേലും ഇതിനകത്തുണ്ടെങ്കിൽ, അതിന് സാക്ഷികളുണ്ടെങ്കിൽ അവർ മാത്രം കർത്താവിന്. ഓ ഹല്ലേലൂയ. എന്റെ വാഗ്ദത്തം എപ്പം നിറവേറും, എന്നോടുള്ള ദൂത് എപ്പം നടക്കും എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആ ജനത്തിനു വേണ്ടി അവര് പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ച്, അവന്റെ പേരാ നേരത്തെ സാമുവൽ സാറ് പറഞ്ഞത്, കോരശ് എന്ന രാജാവ്. Praise you Lord. ഇന്ന് പകൽ ഞാൻ ചിലരോട് പ്രവചിക്കാം, നീ പ്രതീക്ഷിക്കാത്ത നിന്റെ ഡെസ്റ്റിനിയിൽ നിന്നെ എത്തിക്കാൻ ദൈവം ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ റെഡിയാക്കിയിട്ടുണ്ട്. അതാരാ കേട്ടെ? ദൈവം നിന്നെ നിന്റെ ഡെസ്റ്റിനിയിൽ എത്തിക്കാൻ നീ ചിന്തിക്കാതിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ദൈവ പ്രവൃത്തി അയക്കാൻ ദൈവം ചിലരെ ഉപയോഗിക്കും. സ്വീകരിച്ചോ. ഒരു പക്ഷേ നിനക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാള്, ഒരു പക്ഷെ ഒരു ബന്ധമില്ലാത്തവര്, നീ പ്രതീക്ഷിക്കാത്ത ഒരാള് വെച്ചു നീട്ടുന്നത് പോലെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് ചില നന്മയെ നിന്റെ കരകളിൽ തരുമെന്ന് ഞാൻ പ്രവചിച്ചാൽ എത്ര പേര് ആമേൻ പറയും? ഓ ഹല്ലേലൂയ. ജീവിതത്തിലെല്ലാം തീർന്നെന്ന്, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് ഒരുത്തൻ അമ്മായിയപ്പന്റെ വീട്ടിലോട്ട് ഓടിയതാണ്.
അമ്മാച്ചന്റെ വീട്ടിലോട്ട് ഓടിയത്. ചെന്ന് കഴിഞ്ഞപ്പോ അമ്മായിപ്പനായതാണ്. സ്വന്തം ഓടി 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 രക്ഷപ്പെടാനുള്ള ഓട്ടവാ. പക്ഷെ ഇന്ന് പകൽ അതിനകത്തുനിന്നും ഞാനൊരു ദൂത് പറയാം. നീ ഓടുന്നത് നിന്റെ രക്ഷയ്ക്കായിരിക്കാം, പക്ഷേ ദൈവം നിന്നെ ഓടിപ്പിച്ച് നിന്റെ റൂട്ടിനെ നിന്റെ ഡെസ്റ്റിനിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. I don't know whom I am preaching to. ആരോടത് പ്രസംഗിക്കുന്നത്, ആരോടത് പ്രവചിക്കുന്നത്? നിന്റെ ഓട്ടം രക്ഷയ്ക്കുള്ള ഓട്ടമാണേലും യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയാം, നീ ഓടി കയറാൻ പോകുന്നത് നിന്റെ നിയോഗത്തിനകത്തേക്കായിരിക്കും. മോശ ഓടിയത് രക്ഷപ്പെടാനാ, പക്ഷെ ചെന്ന് കയറിയത് നിയോഗത്തിന്റെ അകത്താ. ഈ ദിവസങ്ങളിൽ ചിലത് അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന്റെ ബൗണ്ടറിക്കകത്ത് കയറാൻ പോവാ. ദൈവത്തിന്റെ ബൗണ്ടറിക്കകത്ത് കയറാൻ പോവാ. ദൈവത്തിന്റെ ടവർ ലൊക്കേഷനകത്ത് കയറാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരു ദിവസം രാവിലെ ഒരു പ്രതീക്ഷയില്ലാതെ ഇതുപോലെ എന്തോ എന്നറിയത്തില്ല, ദൂതൊക്കെ കിടപ്പുണ്ട്. അമ്മ പറഞ്ഞ കുറെ കാര്യവും അറിയാം. യോക്കേബേദ് മടി വെച്ച് പാലൂട്ടിക്കൊണ്ടിരുന്നപ്പോ പറഞ്ഞു കൊടുത്ത്, മക്കളെ ഈ കാണുന്നതൊന്നും നമ്മുടെ ദേശമൊന്നും അല്ല, നമ്മളിവിടെ അടിമകളാ കേട്ടോ. നമ്മുടെ ദൈവം നമ്മളെ വിടുവിക്കാമെന്ന് നമ്മുടെ വല്യപ്പച്ചനായ അബ്രഹാമിനോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട മോശ വളർന്നത്, പക്ഷെ ഒരു സാഹചര്യവുമില്ല, രക്ഷപ്പെടുന്ന ഒരു ലക്ഷണവും ഇല്ല. ഒടുവിൽ മടുത്തിട്ട് ഓടി. ആ ഓട്ടത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആടുകളുമായി ചെന്ന് കയറിയത് ഒരു ദിവസം മരുഭൂമിക്ക് അപ്പുറത്ത്. ഓ കമാ, മരുഭൂമിക്ക് അപ്പുറത്ത്. ഞാൻ ഇന്ന് പകൽ ആരോടൊക്കെ പ്രവചിക്കുകയാണ്, ഈ ആഴ്ച, ഈ മാസം, ഈ മണിക്കൂറുകൾ ദൈവം നിന്നെ മരുഭൂമിക്ക് അപ്പുറത്ത്, ദൈവത്തിന്റെ നിന്റെ മരുഭൂമിക്ക് അപ്പുറത്ത്, നിന്റെ മരുഭൂമിക്ക് അപ്പുറത്ത് യേശുവിൻ. ഓ കമാ, മടുത്തു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, സ്വന്തു പോകാതെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കേ. ഈ മണിക്കൂറുകളിൽ ദൈവം ചിലതിനെ ദൈവത്തിന്റെ ടെറിട്ടറിക്കകത്ത് കയറ്റും. ഞാൻ കൊല്ലത്ത് വന്നപ്പോ ഞാൻ വിചാരിച്ചായിരുന്നോ CRAG ഉണ്ടാവുമെന്ന്? സ്വത്രം പറയുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചു, എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നല്ലോ ഞാനൊരു സഭാ പാസ്റ്ററാകുമെന്ന്. പക്ഷേ ദൈവം നിന്നെ കൊണ്ടുപോകുമ്പോ ഓർത്തോണം, അവൻ നിന്നെ തന്റെ ബൗണ്ടറിക്കകത്ത് കയറ്റും. കറങ്ങി തിരിഞ്ഞ് നീ ചെന്ന് കേറുന്നത് അവന്റെ ലിസ്റ്റിനകത്ത് നിന്റെ പേരുണ്ടെങ്കിൽ നീ ചെന്ന് കേറുന്നത് അവന്റെ സിഗ്നലിനകത്തായിരിക്കും. ആമേൻ, 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 ആമേൻ. ആ ബൗണ്ടറിക്കകത്ത് കേറിയ, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, ഇല്ലെങ്കിൽ ആദ്യമായിട്ട് കേട്ടോ. ആമേൻ. ഒരു തീ കത്തുന്നത് കണ്ടു. ഒരു സുപ്രഭാതത്തിൽ ആടുകളുമായി പോകുമ്പോൾ മലയുടെ മുകളിൽ ഒരു തീ. ആട്ടിടയനായ അവൻ അതൊരു വലിയ കാര്യമല്ല, പക്ഷെ സൂക്ഷിച്ചു നോക്കുമ്പോ സംഭവം കത്തിപ്പോന്നില്ല. ചിലരോട് ഇതിനകത്തുനിന്ന് വീണ്ടും ഒരു ദൂത് ഞാൻ പറയാം. ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത് ആകാശം മുട്ടി നിൽക്കുന്ന ദേവദാരുവിന്റെ മേലല്ല, ഉണക്ക ചുള്ളി കമ്പിന്റെ മേലാണ്. ഓ, ഇതാരോടാ ഈ പ്രവചിക്കുന്നത്? ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത് ദേവദാരുവിന്റെ തലയിലല്ല, ഉണക്ക ചുള്ളിയാണെന്ന്. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമെന്ന് പറയുന്ന ചുള്ളി കമ്പുകൾക്കകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങുകയാണ്. ഉദാഹരണം വേണോ? ഉദാഹരണം പറയാം. ഒരു വല്യപ്പൻ ഉണ്ടായിരുന്നു, പിന്നെ ഇവന്റെ അപ്പന്റെ അപ്പൻ 3ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. എത്രയാ? 30,000 എണ്ണത്തെ അല്ലല്ലോ സ്നാനപ്പെടുത്തിയത്. നിന്റെ പഠിത്തം, നിന്റെ കഴിവെല്ലാം അവിടെ ഇരിക്കും. ദൈവത്തിന്റെ ടെറിറ്ററിക്കകത്ത് നീ കാലുകുത്തിയ പിന്നെ ഓർത്തോണം, അവന്റെ പദ്ധതികളാണ് നിന്നിൽ നിറവേറുന്നത്. ഇന്ന് പകൽ കരമുയർത്തി ആ കരം വീശി പറഞ്ഞ്, എന്റെ ഇഷ്ടമൊന്നുമല്ല കർത്താവേ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പുസ്തകത്തിൽ നിന്ന് എനിക്ക് എത്രയോ എണ്ണത്തെ ഇതുപോലെ എടുത്തു തരാനുണ്ടെന്നറിയാമോ? മോശ ആയുസ്സിൽ ചിന്തിച്ചില്ല ഇനി ഒരു നല്ല കാലം വരുമെന്ന്. പക്ഷേ മോശയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം അവൻ നടക്കുകയില്ലെന്ന് ചിന്തിച്ച സമയമായിരുന്നെങ്കിൽ, ഞാൻ വീണ്ടും ചിലരോട് വിളിച്ചു പറയാ, നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷ നഷ്ടപ്പെട്ട നിന്റെ കാലം നിന്റെ ലൈഫില് ബെസ്റ്റ് ആകാൻ പോകുകയാണ്. എത്ര പേരതിന് ആമേൻ പറയും? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം ഈ വാക്യങ്ങളെല്ലാം വായിച്ചാൽ കൊള്ളാന്നുണ്ട്. ലാപ്ടോപ്പ് കേടായി പോയി, വാക്യം കാണിക്കാൻ നിവൃത്തിയില്ല. വീട്ടിൽ ലാപ്ടോപ്പ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞായറാഴ്ച ലാപ്ടോപ്പ് കടന്നെന്ന് വാക്യം വായിക്കാം, പാട്ട് നോക്കി പാടാം. ലാപ്ടോപ്പ് വാങ്ങാൻ ഇപ്പൊ അറ്റ് പ്രസന്റ് ഒരു നിവൃത്തിയില്ല. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ വാക്യങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ച്, ഈ CRAG ചർച്ചിൽ ഒഴിച്ച് വേറെ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ഞാൻ പോയാലും ഒറ്റ വാക്യം വായിപ്പിക്കും, ഞാൻ ശുശ്രൂഷിച്ച് പോത്തേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു നിർബന്ധമുണ്ട്, ഈ വാക്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് വായിച്ച് അതൊന്ന് പഠിക്കുമ്പോൾ അതിന് വേറെ ഒരു സ്പെഷ്യൽ ഒരു ഗ്രേസും പവറുമാണ് അതിനകത്ത്. യെശയ്യാപ്രവചനം 2 ദിനവൃത്താന്ത പുസ്തകം 36 അധ്യായത്തിലുണ്ട്. നിങ്ങൾ വീണ്ടും ഈ വീട്ടിൽ പോയി ഈ വചനങ്ങൾ കേട്ടാൽ മതി. 2 ദിനവൃത്താന്തം 36, 22, 23. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അടുത്ത് നിൽക്കിരിക്കുന്ന ആടെ കൈ നല്ലപോലെ നല്ല ബലത്തിലൊന്ന് ഞെക്കി പിടിച്ചോണ്ട് പറ, ദൈവം നിനക്ക് വേണ്ടി ചിലരുടെ മനസ്സിനെ ഉണർത്താൻ പോവുകയെന്ന് പറ. യേശുവിന്റെ നാമത്തിൽ ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ, നിന്നെ ഡെസ്റ്റിനിയിലേക്ക് പിടിച്ചു കയറ്റാൻ, നിന്റെ ദൈവത്തിന്റെ പദ്ധതി നിന്നെ കൊണ്ടെത്തിക്കാൻ ദൈവം ചിലരുടെ മനസ്സുണർത്താൻ പോവുക. ദൈവം ചിലരുടെ മനസ്സുണർത്താൻ പോവുക. ആ ബോസിനോട് ദൈവം ഇടപെടും, ആ വിസ തരുന്നവനോട് ദൈവം ഇടപെടും, ആ അധ്യാപകനോട് ദൈവം ഇടപെടും, ആ പ്രിൻസിപ്പലിനോട് ദൈവം ഇടപെടും, ആ ജോലി സ്ഥാനത്ത് ദൈവം ഇടപെടും, ആ കോർപ്പറേഷൻ അധികാരികളോട് ദൈവം ഇടപെടും. ആമേൻ. കനകവാന്തി പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ. Come on. ദൈവം ഇടപെടും. ദൈവം ചിലരുടെ മനസ്സുണർത്തും. ദൈവം ചിലരുടെ മനസ്സുണർത്തും. ആമേൻ. ദൈവം കോരശിനോട് പറഞ്ഞു, എന്റെ പിള്ളേരെ വിട്ടേക്കണം. കോരശ് ഒരു ഓർഡർ ഇട്ടു. ഇതൊക്കെ വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ്. കോരശ് ഒരു ഓർഡർ ഇട്ടു. ഇന്നലെ വരെ അടിമകളായിരുന്ന നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന് ദേവാലയം പണിതോ, എന്താന്ന് വെച്ചാ ചെയ്തു. എന്നിട്ട് പോകാൻ നേരം ഒരു സ്തോത്രാഭിഷേകം കൂടെ ഇരിക്കട്ടെ. ഞാൻ അതിനകത്തൊന്നൊരു ദൂത് വിളിച്ചു. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ ഭയങ്കരമായിട്ട് ഇന്ന് ഞാൻ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. നീ തിരിച്ച് നിന്റെ പ്രവാസത്തിൽ നിന്ന്, നിന്റെ രോഗത്തിന്റെ, കഷ്ടപ്പാടിന്, നിന്നയുടെ, പരിഹാസത്തിന്, അപമാനത്തിന്, കടത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, സാമ്പത്തിക പ്രതിസന്ധിയുടെ, ആരോഗ്യ പ്രശ്നങ്ങളുടെ, കുടുംബകലഹത്തിന്റെ ഒക്കെ പ്രവാസത്തിൽ നിന്ന് ദൈവം നിന്നെ തിരിച്ചു കയറ്റുമ്പോൾ നിന്നെ ഒന്നുമില്ലാത്തവനായിട്ടല്ല കയറ്റാൻ പോകുന്നത്. നിന്റെ സകല ആവശ്യങ്ങളുടെ മേലും അവന്റെ കരം ചലിക്കത്തക യേശുവിന്റെ നാമത്തിൽ ഒന്നുമില്ലാത്തവനായിട്ടല്ല നീ തിരിച്ചു കയറാൻ പോകുന്നത്. അസാധാരണമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ, അത്ഭുതങ്ങളിൽ, വിടുതലുകളിൽ, നന്മകളിൽ നീ തിരിച്ചു കയറാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 3 പേരെ ഒന്ന് കൈ കൊടുത്തിട്ട് പറ, എനിക്കൊരു ഗ്ലോറിയസ് റിട്ടേൺ ഉണ്ടാകാൻ പോവാ. എനിക്കൊരു ഗ്ലോറിയസ് റിട്ടേൺ ഉണ്ടാകാൻ പോവാ. എനിക്കൊരു ഗ്ലോറിയസ് റിട്ടേൺ ഉണ്ടാകാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്നലെ വരെ അടിമയായിരുന്ന ജനം ഇന്ന് പകൽ ഒരു വാർത്ത കേട്ടു, നിങ്ങൾ പൊക്കോ. നിങ്ങളൊരു തത്തയെ നിങ്ങളുടെ വീട്ടിൽ കൂട്ടിനകത്തിട്ട്
അടച്ച് പാലും പഴമൊക്കെ കൊടുത്ത് വളർത്തിയ ഒരു ദിവസം നിങ്ങൾ അതിന്റെ കൂട് തുറന്നു വിട്ടിട്ട് അതിനോട് കുറെ പൊക്കോ എന്ന് പറഞ്ഞ എങ്ങനായിരിക്കും? നിങ്ങളുടെ പഴം തിന്നാൻ അത് തിരിച്ചിരിക്കുകയല്ല. ആ മൈന, ആ പാരറ്റ് നിങ്ങളെ ഡോറ് തുറക്കുന്ന നേരം കൊണ്ടവൻ ആകാശത്തിൽ പറന്നു പോകും. പിന്നെ ഇടയ്ക്ക് വന്ന് ഇച്ചിരി പാല് തരാമെന്നും ചോദിക്കത്തില്ല. നിങ്ങളുടെ പാലും പഴമൊന്നും അവന് വിഷയമല്ല. അതിനേക്കാൾ അവന് സ്വാതന്ത്ര്യത്തിൽ പറന്ന് നടക്കുന്ന ഇഷ്ടം. ഇതല്ല ഞാൻ ഇന്ന് പകൽ പറയുന്നത്. കൂട്ടിനകത്ത് പ്രവാസത്തിൽ അടച്ചിട്ടിരുന്ന ജനത്തിന്റെ കൂട്ടു പൊളിച്ച് കോരശ് പറയുകയാണ്, ദൈവം എന്റെ ഹൃദയം ഉണർത്തിച്ചു, ഞാൻ നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. പൊക്കോ പൊക്കോ, നിങ്ങളുടെ നാട്ടിൽ പൊക്കോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഈ ഫ്രീഡം, ഈ ലിബർട്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിന്റെ കൂടുകൾ പൊളിയുകയാണ്. കുടുംബങ്ങൾക്കകത്ത് സാത്താൻ ബന്ധിച്ച ബന്ധനങ്ങൾ ഈ വചനത്താൽ ഇന്ന് പകൽ അഴിയുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചത് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുകയാണ്. ഓ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, Hallelujah. 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 Amen. Amen. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങളിൽ ചിലരെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക്, നിങ്ങൾ എത്തേണ്ടിയിടത്തേക്ക് ഒരു അഭിഷക്ത വചനം ചുമക്കുന്ന ദൈവത്തിന്റെ ദാസൻ എന്നുള്ള പദവി നിന്നുകൊണ്ട് ഞാൻ തള്ളി കയറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ go 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 in Jesus name. Randana kasikala mara armana dasia akana siatana lima mama shasia. Hallelujah, hallelujah. അവർ തിരിച്ച് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം കൂടെ വിട്ടടിച്ചു പോയി. എന്നിട്ട് അവരുടെ സ്വന്തം യെരുശലേമിൽ അവരെ പിടിച്ചോണ്ട് വന്ന അവരുടെ നാട്ടില് തിരിച്ച് ചെന്ന് കയറി താടിക്കൊക്കെ കൈ കൊടുത്ത് ഓടി വാസു ഇങ്ങോട്ട് വന്നേ. ഓൺലൈനിലൊക്കെ വളരെ സൂക്ഷിക്കണം. പിള്ളേരെ പോലെ ഇവിടെ പിടിച്ച് നിന്ന് കൈയൊക്കെ കൊടുത്ത ആൾക്കാർ പിന്നെ വേറെ വല്ലതും പറഞ്ഞു കളയാം. എൻ്റെ ഭാര്യ അമ്മ കുഴപ്പമില്ലല്ലോ. അവർ ഭാര്യ ഭർത്താവും പിള്ളേരും എല്ലാം കൂടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് രാത്രിയിലെ ഒരു ദീർഘശ്വാസം വിട്ടോണ്ട് അവര് പറയുവാ, ദൈവം വാക്ക് പാലിച്ചു. Hallelujah. Yes, yes. Amen. ദൈവം വാക്ക് പാലിച്ചു. ദൈവം നമ്മുടെ അപ്പന്മാരോട് പറഞ്ഞ വാക്ക് പാലിച്ചു. ഇന്ന് പകൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഐക്യതയോടെ പ്രഖ്യാപിക്കുകയാണ്, നിന്റെ ജീവിതത്തിലും എന്റെ ദൈവം വാക്ക് പാലിക്കും. എന്റെ ദൈവം വാക്ക് മാറത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവർ കരം പിടിച്ചു പറയുകയാണ്. ദൈവാത്മാവ് പറയുന്ന ചില സെന്റൻസുകളാണ് ഞാൻ പറയുന്നത്. നോട്ട് നോക്കി പ്രസംഗിച്ച് പറയുമല്ല. ദൈവാത്മാവിനോട് പറയുന്നു, ചിലര് കരങ്ങൾ കൊടുത്ത് അവര് പറഞ്ഞ പോലെ പറയാൻ പോവാ. ഒടുവിൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി, നമ്മുടെ വീട്ടിലെത്തി. ദൈവം ചിലരെ അവരുടെ ഡെസ്റ്റിനേഷനുകളിലേക്ക് കരം പിടിച്ച് കയറ്റുന്ന മണിക്കൂറുകൾ യേശുവിന്റെ നാമത്തിൽ. ആ അത്ഭുതം കാണുമ്പോൾ നീ പറയും, ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, ജീവിതം. ഓ രക്തം, ജയം ജയം ജയം. ഞാൻ 2-3 വാക്കുകൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതാരാ പറഞ്ഞെന്നറിയാവോ? ആ സങ്കീർത്തനം വായിക്കുമ്പോ അറിയാം. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആകാൻ കാര്യം, ഞങ്ങളുടെ ലൈഫിൽ അത്ഭുതം നടക്കുന്നത് കണ്ടിട്ട്
ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ പറയുകയാണ്, യഹോവ ഇവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതിന് സാക്ഷികളുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരമടിച്ചോ. നിന്റെ വീട്ടുകാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും നിന്റെ അയൽവാസികളെ കൊണ്ട് നിന്റെ ആരാധനയെ കുറ്റം പറഞ്ഞവരെ കൊണ്ട് ദൈവം ഇത് പറയിപ്പിക്കും. ഇതെങ്ങനെ ഈ വീടിങ്ങനെയായി, ഈ കുടുംബം എങ്ങനെ ഉയർന്നു, ഈ നന്മ എങ്ങനെ ഉണ്ടായി, ഈ കല്യാണം എങ്ങനെ നടന്നു, ഈ വിടുതൽ എങ്ങനെ സംഭവിച്ചു എന്ന് ജാതികൾ പറയത്തക്ക ക്രമത്തിൽ ദൈവം ചിലത് ചെയ്യുന്നു. കരമടിച്ചതേറ്റെടുത്തു. ദൈവം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും. നിന്റെ വീട്ടിലെ അത്ഭുതങ്ങളെ കണ്ട് മറ്റുള്ളവർ പറയും, ഇത് ഭയങ്കരമായിരിക്കുന്നു. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ 2-3 പ്രവചന വാക്കുകൾ ഞാൻ വിളിച്ചു പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രവചന ദൂത്, നിനക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുമ്പോൾ നീയും നിന്റെ വീട്ടുകാരും പറയും, ഇത് ഞങ്ങൾ സ്വപ്നം കാണുവാണോ? കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ, ഞാനിവിടെ പകല് ദൈവം ഇങ്ങനെ ധ്യാനിച്ചോണ്ടിരിക്കുക, ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് 2-2:30 3 മണി. അപ്പൊ അവള് ജോലിയൊക്കെ തീർത്തിട്ട് ഞാനിവിടെ ആലയത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് പുള്ളിക്കാരത്തെ ഒരു പില്ലോ എടുത്ത് വന്നത് ഇവിടെ ഈ തറയിൽ കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് എഴുന്നേറ്റ് പറഞ്ഞു, ബബിത വന്നായിരുന്നു. ബബിത, അച്ഛൻ, ഞാൻ ബബിതയോടല്ലേ ഞാനിപ്പോ സംസാരിക്കും. ഞാൻ പറഞ്ഞു, എന്തുവാ? അയ്യോ, ഞാനൊരു ദർശനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബബിതയോട് പറയുന്ന കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നന്മയെ കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരാൾ 2 പേരെയൊക്കെ കാണിക്കുന്നത് ആ 2 പേർക്ക് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടിയാണ്. അത് നിങ്ങളുടെ എല്ലാ ജീവിതം സംഭവിക്കട്ടെ. അപ്പൊ അവർക്ക് തന്നെ വിശ്വാസം വരുന്നില്ല, അവള് സ്വപ്നം കണ്ടതാണോ ഇനി നേരിട്ട് സംസാരിച്ചാണോ എന്ന്. അത്രമാത്രം അത് റിയൽ ആയിരുന്നു. നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങളെ കാണുമ്പോൾ ഈ സങ്കീർത്തനക്കാര് പറഞ്ഞതുപോലെ നിങ്ങളും പറയാൻ പോവാ, ഞാനിത് സ്വപ്നം കാണുവാണോ? ഈ ദൂത് മനസ്സിലായി ഇവരൊന്ന് കരമുയർത്തിയ നാമം പറഞ്ഞേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ഞാനതിന് ഇങ്ങനെ പറയാം, ദൈവം സഭയിലെ കുടുംബങ്ങളിൽ ഓൺലൈനിൽ കേട്ട് വിശ്വസിക്കുന്നവരിൽ സ്വപ്ന തുല്യമായ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. Amen. Yes, I receive it in the name of Jesus. ഒടുവിൽ നമ്മൾ അതിൽ എത്തിയെന്ന് പറയത്തക്ക നിലയിൽ ചില കാര്യങ്ങളെ ദൈവം വീടുകളിൽ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. ഈ നന്മ, ഈ ജോലി, ഈ വഴി, ഈ രക്ഷ, ഈ സ്നാനം, ഈ വിടുതൽ, ഈ അനുഗ്രഹം ഈ വീട്ടിൽ എങ്ങനെ ഉണ്ടായി എന്ന് നിന്നെ പരിചയമുള്ള പലരും ചോദിക്കത്തക്ക നിലയിൽ ദൈവം ചില കാര്യങ്ങൾ നിന്റെ ലൈഫിൽ ചെയ്യാൻ പോകുന്നു. ചിരിക്കാൻ മറന്നുപോയ ജീവിത പ്രാരാബ്ദങ്ങളും ടെൻഷനുകളും, ആമേൻ, വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും നിമിത്തം ചിരിക്കാൻ പറ്റാത്ത ചിലരോട് ദൂത് പറയാം, നിന്റെ വീട്ടിൽ ആർക്കുണ്ടാകാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. അതിന് ഒരു ഉപകാരം ദൈവത്തിന് ചെയ്തു കൊടുക്കണം. ഈ പറഞ്ഞ കാര്യമെല്ലാം ദൈവം ചെയ്യും നിനക്ക് വേണ്ടി. നീ ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ മതി. ഇത് കേൾക്കണേ, വിശ്വാസം എന്ന പറഞ്ഞേ, വിശ്വാസം എന്ന ഉറക്കപ്പറ, വിശ്വാസം എന്ന പരിച.
നിനക്കെതിരെ വരുന്ന പോരാട്ടത്തെ നീ തടയുന്ന വിശ്വാസം എന്ന പരിചയം കൊണ്ടാണ്. Amen. Hallelujah. ഈ വിശ്വാസം എന്ന പരിചയക്കകത്ത് സുഷിരം വീഴരുത്. കേൾക്കുന്നില്ല? ഇന്ന് പകൽ ആത്മാവ് നിന്നോട് എന്താണോ പറഞ്ഞത് അത് കണ്ണും പൂട്ടി വിശ്വസിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ആ ലോകത്തിലെ സകല മനുഷ്യരും അത് പാസ്റ്ററിന് തോന്നിയതായിരിക്കും, ദൈവം പറഞ്ഞൊന്നും ആയിരിക്കത്തില്ല, പുള്ളി നല്ലൊരു ദൂത് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞാലും നീ തിരിച്ച് തൻ്റെ ഇടത്തോടെ പറയണം, അല്ല, ഞാൻ കേട്ടത് ദൈവ ശബ്ദമാണ്, അതെന്റെ വീട്ടിൽ സംഭവിക്കും, അതെന്റെ തലമുറകളിൽ സംഭവിക്കും, അതെന്റെ ഭവനത്തിൽ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ആ വീടുകളിൽ സാക്ഷികളുണ്ടാകും. നിങ്ങളുടെ അത്ഭുതത്തിന് സാക്ഷികൾ ഉണ്ടാകാൻ പോവാ. ഉദയം പറഞ്ഞേ, അത്ഭുതത്തിന് സാക്ഷികൾ ഉണ്ടാകാൻ പോവാ. Amen. ദൈവാത്മാവിനോട് അങ്ങനെ പറയുന്നു, അത്ഭുതത്തിന് സാക്ഷികൾ ഉണ്ടാകാൻ പോവാ. ഇത് യഹോവയാൽ സംഭവിച്ചെന്ന് പറയത്തക്ക ക്രമത്തിൽ ദൈവം ചില വീടുകളെ സന്ദർശിക്കാൻ പോവാ. ഓ കമാൻ, എനിക്കറിയത്തില്ല, ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ഒഴുകുന്നു. സ്വീകരിച്ചോ? അത് നിങ്ങൾ ഇനി നോക്കി നിൽക്കാതെ ആ ദൂതുകളെല്ലാം കരം അടിച്ചു വാ തുറന്ന് പറ, അത് സംഭവിക്കുകയാണ്.